കണ്ണൂരിൽ യൂത്ത് കോൺഗ്രസ് മാർച്ചിനിടെ വനിതാ പ്രവർത്തകയുടെ മുടിയിൽ പോലീസ് ചവിട്ടിപ്പിടിച്ചതിൽ വ്യത്യസ്തമായ പ്രതിഷേധം. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ DGPക്ക് കൃത്രിമ മുടി തപാലിൽ അയച്ചു നൽകും. AV ജയശങ്കർ തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ജയശങ്കർ, എന്തൊക്കെ തരത്തിലുള്ള പ്രതിഷേധമാണ് യൂത്ത് കോൺഗ്രസ് ആലോചിക്കുന്നത്? ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ന് ഒരു പ്രതീകാത്മക പ്രതിഷേധമാണ് തിരുവനന്തപുരത്ത് യൂത്ത് കോൺഗ്രസ് സംഘടിപ്പിക്കുന്നത്. കൃത്രിമ മുടി DGPക്ക് അയച്ചുകൊണ്ടാണ് പരിപാടി. ഈ പരിപാടി അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും. വനിതാ പ്രവർത്തകരാണ് കൃത്രിമ മുടി DGPക്ക് അയക്കുന്നത്. അല്പസമയത്തിനുള്ളിൽ പരിപാടി ആരംഭിക്കും. ആ ഒരു പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതിനിടെ പോലീസുകാർ വനിതാ പ്രവർത്തകരുടെ മുടി ചവിട്ടിപ്പിടിച്ചു എന്നാണ് യൂത്ത് കോൺഗ്രസിന്റെ ആരോപണം. ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഇത് വ്യക്തവുമായിരുന്നു. ഈ വിഷയത്തിൽ പോലീസിനെതിരെ നിയമ നടപടി ഉൾപ്പെടെ യൂത്ത് കോൺഗ്രസ് ആലോചിക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ആലോചനകൾ സംഘടനയ്ക്കുള്ളിൽ നടക്കുകയാണ്. വിഷയത്തിൽ പോലീസുകാർക്കെതിരെ നടപടി വേണമെന്ന യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഉപാധ്യക്ഷൻ അബിൻ വർക്കി നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട പോലീസിനെതിരെയുള്ള ഒരു പ്രതിഷേധമാണ്, ഒരു വ്യത്യസ്തമായ പ്രതിഷേധത്തിനാണ് യൂത്ത് കോൺഗ്രസ് ഒരുങ്ങുന്നത്. അതിന്റെ ഭാഗമായാണ് പോസ്റ്റ് ഓഫീസിലൂടെ കൃത്രിമമായ മുടി DGPക്ക് അയച്ചുകൊണ്ട് തിരുവനന്തപുരം ജില്ലയിലെ യൂത്ത് കോൺഗ്രസുകാർ പ്രതിഷേധിക്കുന്നത്. വേണം. ശരി, AV ജയശങ്കർ തിരുവനന്തപുരത്ത് നിന്ന്.